കയ്യടി നേടി നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രഖ്യാപനം. അമിത സെക്യൂരിറ്റിയും വാഹന വ്യൂഹവും മുഖ്യമന്ത്രിക്കിനി വേണ്ട. പൈലറ്റും എസ്കോട്ടും മാത്രം. മന്ത്രിസഭയിൽ പങ്കുചേരാൻ ഗ്രൂപ്പ് തർക്കം രൂക്ഷം. അയവില്ലാത്ത നിലപാടുമായി കെ.സി. വേണുഗോപാൽ വിഭാഗം. കടുത്ത നിലപാടിൽ ഘടകകക്ഷികളും രംഗത്ത്. വി.ഡി. സതീശന് മുന്നിൽ വെല്ലുവിളികൾ മാറുന്നില്ല. അധികാരമേൽക്കും മുൻപേ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ ആദ്യ പ്രഖ്യാപനം തന്നെ വമ്പൻ കയ്യടി നേടി. ശൈലി മാറ്റമാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന നിശബ്ദ പ്രഖ്യാപനമായിരുന്നു ഇത്. മുഖ്യമന്ത്രിക്ക് നൽകി വന്നിരുന്ന അധിക സുരക്ഷയും വാഹനവ്യൂഹത്തിന്റെ അകമ്പടികളും തനിക്ക് വേണ്ട എന്നാണ് സതീശൻ വ്യക്തമാക്കിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം പൈലറ്റും എസ്കോട്ടും മാത്രമേ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടാകൂ എന്ന് തീരുമാനമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയിലെ വാഹനവ്യൂഹവും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ് റോഡുകൾ അടച്ചിടുന്നതും നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. ഇത്രയും സെക്യൂരിറ്റി അനാവശ്യമാണെന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ വരെ പ്രതികരിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി അത് അംഗീകരിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിക്കൊപ്പം കനത്ത വാഹനവ്യൂഹവും സുരക്ഷയും തുടരുകയായിരുന്നു. ആ നീക്കമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് Z+ സുരക്ഷയാണ് നൽകിയിരുന്നത്. 30 മുതൽ 40 പോലീസ് ഉദ്യോഗസ്ഥർ വരെ വാഹനവ്യൂഹത്തിൽ അകമ്പടിയായി ഒപ്പമുണ്ടായിരുന്നു. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ വേറെയും. ഈ വിധത്തിലുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര സാധാരണക്കാർക്ക് വലിയ അസൗകര്യമാണ് സൃഷ്ടിച്ചിരുന്നത്. ജനങ്ങളെ മുഖവിലക്കെടുക്കാത്ത ഈ വിധം യാത്രകൾക്കെതിരെ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ നിയമസഭയിൽ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുമ്പോൾ സതീശൻ നിർത്തലാക്കുന്നതും ഈ വിധം അമിത സെക്യൂരിറ്റികൾ തന്നെയാണ്. അതേസമയം മന്ത്രിസഭാ രൂപീകരണം വലിയ കീറാമുട്ടിയായി മാറുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വി.ഡി. സതീശനെതിരെ മറ്റു ഗ്രൂപ്പുകാർ കടുത്ത തീരുമാനത്തിലാണ്. വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടുമായി കെ.സി. വേണുഗോപാൽ പക്ഷം മന്ത്രിസഭയിൽ പങ്കുചേരണോ എന്ന് തീരുമാനിക്കാതെ ചെന്നിത്തല പക്ഷം, അഥവാ മന്ത്രിസഭയിൽ ചേർന്നാൽ ആഭ്യന്തര വകുപ്പ് എന്ന ആവശ്യമുയർത്താനുള്ള നീക്കവും ചെന്നിത്തല പക്ഷത്തിനുണ്ട്. അതോടൊപ്പം മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിനെ തുടർന്നുള്ള കടുത്ത അമർഷത്തെ തുടർന്ന് പ്രധാനമന്ത്രി സ്ഥാനങ്ങൾ ചോദിക്കാൻ കെ.സി. പക്ഷം ഒരുങ്ങുന്നുണ്ട്. ആഭ്യന്തരം, ധനകാര്യം, റവന്യൂ, ആരോഗ്യം, ടൂറിസം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളാണ് കെ.സി. വേണുഗോപാൽ പക്ഷം ആവശ്യപ്പെടുന്നത്. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കും പ്രാധാന്യം നൽകണമെന്നും ആവശ്യമുണ്ട്. ചർച്ചകൾക്കായി കെ.സി. വേണുഗോപാൽ നേരിട്ടെത്തും. ഡൽഹിയിൽ തുടരുന്ന കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്തെത്തി തന്റെ അനുയായികളുമായി ചർച്ച നടത്തും. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അത്ര വേഗം ഒത്തുതീർപ്പിലെത്താനുള്ള സാധ്യതകൾ വിരളമാണ്. UDF-ലെ വിവിധ ഘടകകക്ഷി ഗ്രൂപ്പുകളിലും മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ്. പൊട്ടിത്തെറിയില്ലാതെ അത് ഒത്തുതീർപ്പിലെത്തിക്കുക എന്നത് വി.ഡി. സതീശന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്. ഇത് സംബന്ധിച്ച് ദീപദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കും. ഘടകകക്ഷികളുമായും മന്ത്രിസഭാ രൂപീകരണ ചർച്ചയുണ്ടാകും. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ ജി. കാർത്തികേയന്റെ വീട്ടിലെത്തി അനുഗ്രഹം തേടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെയും കേരള കോൺഗ്രസ് നേതാവ് P.J. ജോസഫിനെയും സന്ദർശിച്ചതിനു ശേഷം രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി. തർക്കങ്ങൾ പരിഹരിക്കാനും സതീശൻ സമയം കണ്ടെത്തി. മുൻകാല സർക്കാരിനെ അന്ധമായി എതിർക്കാതെ അവരുടെ നല്ല പരിഷ്കാരങ്ങൾ തുടരുമെന്നും പുതിയ സർക്കാർ എന്നാൽ മുൻ സർക്കാരിന്റെ തുടർച്ചയാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നിരയുമായി ഐക്യത്തോടെ പ്രവർത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏത് വിധത്തിൽ പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്ന് കാണാം.